ഇറാൻ അമേരിക്ക വെടിനിർത്തൽ തുടരാൻ ധാരണയായതായി സൂചന. 60 ദിവസത്തേക്ക് ധാരണയിലെത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ലഭിക്കാൻ കാത്തുനിൽക്കുകയാണെന്ന് റിപ്പോർട്ട്. ഇറാൻ അമേരിക്ക കരാറിൽ ചില വിഷയങ്ങളിൽ കൂടി തീരുമാനത്തിൽ എത്താനുണ്ടെന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. വിവരങ്ങളുമായി വിസ്മയ പ്രകാശ് ചേരുന്നു. വിസ്മയ, ഈയൊരു പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുന്നു എന്നൊരു പ്രതീക്ഷയാണോ, ശുഭപ്രതീക്ഷയാണോ നൽകുന്നത്? വെടിനിർത്തൽ തുടരാൻ ഒരു ധാരണയാകുന്നതായാണ് സൂചന ലഭിക്കുന്നത്. ട്രംപിന്റെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഈ ഒരു യുദ്ധം തുടരുന്നതിനിടെ, അതായത് വെടിനിർത്തൽ കരാർ നിലനിൽക്കെ തന്നെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു വെടിനിർത്തൽ കരാറിന് ധാരണയായേക്കും എന്നുള്ളൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതും 60 ദിവസത്തെ ഒരു വെടിനിർത്തൽ കരാറിന് ധാരണയായേക്കും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണ് അമേരിക്കൻ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇതൊരു സമാധാനത്തിന്റെ സൂചന എന്ന് വേണം നമുക്ക് കരുതാൻ. അതായത് ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം, അതുപോലെ തന്നെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിലേക്ക് വീണ്ടും ഒരു ആലോചന കരാർ വീണ്ടും 60 ദിവസത്തെ കരാർ തുടങ്ങുമെന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്തായാലും ഒരു സമാധാനത്തിൻ്റെ ഒരു വാർത്ത ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ JD വാൻസ് അടക്കം, അതായത് ഈ ഒരു കരാറിൻ്റെ കാര്യത്തിൽ, ഇറാൻ അമേരിക്ക കരാറിൻ്റെ കാര്യത്തിൽ അമേരിക്ക വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ചില വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ കൂടി തീരുമാനമെടുക്കാനുണ്ട്. കരാറിന് തൊട്ടരികെയാണെന്നും എന്നാൽ ചില വിഷയങ്ങളിൽ കൂടി ചർച്ച ചെയ്യാനുണ്ടെന്നുള്ളൊരു കാര്യമാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു തീരുമാനത്തിനായി, അല്ലെങ്കിൽ അംഗീകാരത്തിനായാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ആ ഒരു അംഗീകാരത്തിന് ശേഷം ഈ ഒരു കരാർ നടപ്പിലാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു കരാർ നടപ്പാക്കുന്നതോടുകൂടെ പല കാര്യങ്ങളും, അതായത് ഹോർമുസ് കടലെടുക്ക്, ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം നിരന്തരമായി തുടരുന്ന ഒരു കാര്യമായിരുന്നു ഹോർമുസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഹോർമുസ് കടലെടുക്ക് തുറക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അത് ഈ ഒരു ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതോടെ പല പ്രതിസന്ധികളും തീരും. അതായത് ഈ ഒരു ഇന്ധന പ്രതിസന്ധി, മറ്റ് രാജ്യങ്ങളിലെ ഇന്ധന പ്രതിസന്ധി അടക്കം ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതോട് കൂടെ അവസാനിക്കും. അങ്ങനെ ഹോർമുസ് കടലെടുക്ക് തുറക്കാനുള്ളൊരു ധാരണ ഈ ഒരു വെടിനിർത്തൽ കരാർ വരുന്നതോടെ ഉണ്ടാകുമെന്നുള്ളൊരു വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തി ആ ഒരു ഉപരോധം അവസാനിപ്പിക്കും, അല്ലെ പിൻവലിക്കും എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഇറാന്റെ ഫണ്ട് വിട്ടു നൽകുന്നതിലും അതുപോലെ തന്നെ ഉപരോധം ലഘൂകരിക്കും എന്നുള്ളൊരു കാര്യം കൂടെയാണ്. ഇത്തരം സാധ്യതകളാണ് ഈ ഒരു കരാർ വരുന്നതോടുകൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു ഇരു രാജ്യങ്ങളിലും ഈ ഒരു നിലപാടിൽ കടുത്ത നിലപാട് ഉറച്ചു നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ ഒരു ആൾക്കാരെയും കൂടെ അനുനയിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ ഒരു 60 ദിവസത്തെ കരാർ നടപ്പിലാക്കാൻ ഇരു രാജ്യങ്ങളിലും ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കുറച്ച് പേരെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. ആ ഒരു അനുനയിപ്പിച്ചതിന് ശേഷവും, അതുപോലെ തന്നെ ട്രംപിൻ്റെ അനുമതിക്ക് ശേഷവും ഈ ഒരു കരാർ എന്തായാലും നിലവിൽ വരുന്നതായിരിക്കും. മാത്രമല്ല, കരാർ വരുന്നതോടുകൂടെ ഇതുവരെ ഇരുവരും തർക്കത്തിലേർപ്പെട്ട പല കാര്യങ്ങളിലും തീരുമാനമുണ്ടായിരിക്കും. അതിലൊന്നാണ് ഈ ഒരു ഹോർമുസ് കടലെടുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ആക്രമണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അമേരിക്ക ഈ ഒരു തെക്കൻ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിനുശേഷം ഈ ഒരു ഇറാൻ കുവൈറ്റിലും ആക്രമണം നടത്തിയതായുള്ളൊരു റിപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. വ്യാഴാഴ്ച കുവൈറ്റിലെ US സൈനിക താവളത്തിന് നേരെയായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയിരുന്നത്. അതിൽ 5 ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി കുവൈറ്റിലെ ബാലിസ്റ്റിക് മിസൈൽ തടഞ്ഞതായും കുവൈറ്റിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ആക്രമണം അമേരിക്ക നടത്തിയതിന് പിന്നാലെ തന്നെ ഇറാനും കുവൈറ്റിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇനി അമേരിക്ക ആക്രമണം തുടരുകയാണെങ്കിൽ തിരിച്ചും ആക്രമണം ഉണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് അടക്കം കുവൈറ്റ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വെടിനിർത്തൽ കരാറിലെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരു 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കും എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ് ദീപ്തി. ശരി, എന്തായാലും ഇറാൻ അമേരിക്ക വെടിനിർത്തൽ തുടരാൻ ധാരണയായതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 60 ദിവസത്തേക്ക് ധാരണയിലെത്തിയെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ലഭിക്കാൻ കാത്തുനിൽക്കുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. വിസ്മയ പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.